എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഭാവനാപൂർണമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളം മുന്നോട്ടു പോകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കേന്ദ്രം അദാനിയെയും അംബാനിയെയും വളർത്തുമ്പോൾ കേരള സർക്കാർ പട്ടിണിയിൽ കഴിയുന്ന ഒറ്റയാൾ പോലും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വയനാട് ജില്ലയുടെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചും കേന്ദ്ര അവഗണനയ്ക്കെതിരെയും വയനാട്ടിൽ CPIM സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. നവകേരളത്തിനായി ഇടത് സർക്കാർ, വയനാടിനെ അവഗണിച്ച് കേന്ദ്ര സർക്കാർ, ജനങ്ങളെ വഞ്ചിച്ച് UDF എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CPIM വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 18 മുതൽ 27 വരെ നടത്തുന്ന കാൽനട ജാഥ പ്രയാണം ആരംഭിച്ചു. വയനാട് മാർച്ച് കാട്ടിക്കുളത്ത് വെച്ച് ജാഥ ക്യാപ്റ്റൻ K. റഫീഖിന് പതാക കൈമാറി സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വയനാട് മാർച്ച് സിന്ദാബാദ്, വയനാട് മാർച്ച് സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. കേന്ദ്രം എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഭാവനാപൂർണമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളം മുന്നോട്ടു പോകുമെന്ന് M.V. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഫെഡറൽ സംവിധാനത്തിന്റെ ഭരണഘടനാപരമായ മൂല്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് സംസ്ഥാന ഗവൺമെന്റിനോട് യൂണിയൻ ഗവൺമെന്റ് ഒരുതരം ഉപരോധം തീർത്ത് പകവീട്ടുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്രം അദാനിയെയും അംബാനിയെയും വളർത്തുമ്പോൾ കേരള സർക്കാർ പട്ടിണിയിൽ കഴിയുന്ന ഒറ്റയാൾ പോലും ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്നും M.V. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2025 നവംബർ 1-ാം തീയതി ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറാൻ പോവുകയാണ്. അദാനിയും അംബാനിയും ലോകത്തിലെ വലിയ മുതലാളിമാരാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെയാണ് മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുൻപ് നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം C.K. ശശീന്ദ്രൻ, ജാഥ ക്യാപ്റ്റൻ K. റഫീഖ്, മാനേജർ P.K. സുരേഷ്, വൈസ് ക്യാപ്റ്റൻ ബീന വിജയൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, വയനാട്.